മഈശത്തിന്റെ മാർഗങ്ങൾ, നമ്മുടെ വരുമാന മാർഗങ്ങൾ, സമ്പത്തിന്റെ മാർഗങ്ങൾ വിശാലമായി കിട്ടാൻ അള്ളാഹുവിന്റെ മഹത്തായ ഇസ്മുകളുടെ കൂട്ടത്തിൽ പവർഫുള്ളായ ഒരു ഇസ്മുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഇസ്മു നമുക്ക് പതിവാക്കാൻ നമ്മുടെ ജീവിതത്തിൽ വലിയ ബർക്കത്ത് നമുക്കുണ്ടാവും. 32 വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹം ശരിയാകാത്തൊരു മകൾ, ആ മകളുടെ ഉപ്പ ഒന്ന് വല്ലാത്തൊരു സങ്കടം പറഞ്ഞു. അവർക്കൊരു പരിഹാര മാർഗം പറഞ്ഞു കൊടുത്തു. അൽഹംദുലില്ലാ, അടുത്ത മാസം ആ കുട്ടിയുടെ കല്യാണമാണ്. അള്ളാഹു റാഹത്തായി നടത്തി കൊടുക്കുമാറാകട്ടെ. അത്ഭുതകരമായ ഈസ്മിന്റെ പവർ നമുക്കൊന്ന് മനസ്സിലാക്കാം, നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാം, നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് പൂർത്തീകരിച്ച് എടുക്കാം. അള്ളാഹു സ്വീകരിക്കട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, പൂർണ്ണമായി കേൾക്കാൻ ശ്രമിക്കുക. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. പരിശുദ്ധവും പരിപാവനവുമായ ദിനരാത്രങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹു എല്ലാം പൊരുത്തമുള്ള അമലുകളായി നമുക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒരുപാട് ഇബാദത്തുകൾക്കും അല്ലാഹു നമുക്കൊക്കെ അവസരം നൽകട്ടെ. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞു ദുആ ഇറക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾ ഈ പറയുന്നതിന്റെ കേൾക്കുന്നതിന്റെ ബർക്കത്തുകൊണ്ട് എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കണേ അല്ലാഹ്. എല്ലാവരുടെയും എല്ലാ സദുദ്ദേശങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നെ ഒരു കല്യാണം വിളിച്ചു. അവരുടെ മകളുടെ കല്യാണം. എന്താണ് ഇപ്പൊ ഒരു കല്യാണം വിളിക്കുന്നതിന്റെ പ്രത്യേകത? എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ കല്യാണം വിളിച്ചത് പറയേണ്ടത്? തീർച്ചയായിട്ടും ഒരു കാര്യമുണ്ട്. ആ മകൾക്ക് ഏകദേശം 34 വയസ്സിന് മുകളിലുണ്ട്. 35 വയസ്സാകുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ഈ സഹോദരൻ വലിയ സങ്കടം പറഞ്ഞെന്നെ വിളിച്ചു. എന്താ സങ്കടം എന്ന് വെച്ചാൽ, അതെ, എന്റെ മകൾക്ക് എത്ര ആലോചന വന്നിട്ടും ഒരു വിവാഹവും ശരിയാകുന്നില്ല, കല്യാണം നടക്കണേ ഇല്ല. കല്യാണം നടക്കണില്ല. ഞാനിപ്പോ കല്യാണക്കാര്യം പറയാൻ വേണ്ടിട്ട് വന്നേനെ, മറിച്ച് എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് അദ്ദേഹം സങ്കടം പറഞ്ഞ് ഇങ്ങനെ പൊട്ടി പൊട്ടി കരഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ സങ്കടം തോന്നി. എന്ത് പറഞ്ഞു കൊടുക്കണമെന്ന് അറിയില്ല. ഞാൻ അങ്ങനെ ഒന്ന് അന്വേഷിച്ചപ്പോ അള്ളാഹുവിന്റെ ഇസ്മുകൾ, അസ്മാഉൽ ഹുസ്ന, ഇങ്ങനെ അതിന്റെ ഫളായിലുകൾ നോക്കിയ കൂട്ടത്തിൽ മഹത്തായ ഒരു ഇസ്മയാണ്, വളരെ പവർഫുൾ ആയ ഇസ്മ. ആ ഇസ്മ നിശ്ചിത എണ്ണം 40 ദിവസം ചൊല്ലിയിട്ട് എന്ത് കാര്യം ചോദിച്ചാലും അത് നടക്കുമെന്ന് കിതാബിൽ കണ്ടപ്പോ അത്ഭുതം തോന്നി. ഞാൻ എന്ത് ചെയ്തു, ആ സഹോദരൻ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ചെയ്തു നോക്കണം, ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്ത് വെച്ച് ചെയ്യണം, അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. കഴിഞ്ഞ ആഴ്ച എന്നെ അദ്ദേഹം വിളിച്ചിട്ട് അത് വലിയ സന്തോഷമുണ്ട്. പെട്ടെന്നായിരുന്നു, ഒരാഴ്ച കൊണ്ട് എന്റെ മകളുടെ കല്യാണം ശരിയായി. ഈ കഴിഞ്ഞൊരാഴ്ച കൊണ്ട് എന്റെ മകളുടെ കല്യാണം, വിവാഹം ഉറച്ചു, നിശ്ചയം കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇന്ന ഡേറ്റില് കല്യാണം ഉണ്ട്, നിങ്ങൾ വരണം. കൊണ്ടോട്ടിയുടെ അടുത്തുള്ള സ്ഥലം അദ്ദേഹം പറഞ്ഞു, പേര് ഞാൻ മറന്നുപോയി. അപ്പൊ ഇന്ന സ്ഥലത്തേക്ക് നിങ്ങൾ വരണം, ഇൻഷാ അല്ലാഹ് സാന്നിധ്യം എന്തായാലും ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ വിളിച്ചു. എനിക്കത് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. നമ്മൾ വലിയ ആളായതുകൊണ്ട് പറയല്ല, ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ആഗ്രഹിച്ചാലും പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയ്ക്ക് അതിന് നമുക്ക് പരിഹാരം നൽകാൻ അള്ളാഹുവിന്റെ ഇസ്മുകൾക്ക് അള്ളാഹു പ്രത്യേക ഒരു കഴിവ് നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയിലൂടെയും ഞാൻ ആ പരിശുദ്ധമായ ദിക്ർ, ആ ഇസ്മു നിങ്ങളിലേക്ക് പങ്കുവെക്കുകയാണ്. നമുക്കൊക്കെ അറിയുന്ന ഒരു ഇസ്മാണ്. ഒരുപാട് നേട്ടങ്ങൾ മഹാന്മാർ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ളവരാണ്, ഒരുപാട് പ്രതിസന്ധികളിലുള്ളവരാണ്. അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇതൊക്കെ മാറാനുള്ള വഴി അള്ളാഹു തന്നെ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നിട്ടുണ്ട്, അല്ലേ? പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ദുനിയാവിലില്ല. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നങ്ങളും ദുനിയാവിലില്ല. പരിഹാരം എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഹാരം വെച്ചിട്ടുണ്ട്. അള്ളാഹു ദുനിയാവിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് കണ്ടെത്താനും എത്തിപ്പെടാനും നമ്മൾ വൈകുമ്പോഴാണ് പലപ്പോഴും മാറാ വ്യാധികൾ എന്ന് പറയുന്ന, മാറാ രോഗങ്ങൾ എന്നൊക്കെ പറയുന്നത്. സത്യം പറഞ്ഞാൽ മാറാത്ത രോഗങ്ങളൊന്നുമില്ല, എല്ലാത്തിനും ഷിഫ അള്ളാഹു വെച്ചിട്ടുണ്ട്. അള്ളാഹു പരിപൂർണ്ണ ഷിഫ നൽകട്ടെ. ഒരുപാട് രോഗികൾ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് വലിയ ഒരു അത്ഭുതകരമായ ഇസ്മ, നമുക്ക് കൈമുതലാക്കാൻ പറ്റിയ, നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള അത്താണിയായി കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു ഇസ്മ അള്ളാഹുവിന്റെ പരിശുദ്ധ ഇസ്മുകളുടെ കൂട്ടത്തിലുണ്ട്. എല്ലാ ഇസ്മുകൾക്കും പ്രത്യേകം പരിഗണനയുണ്ട്. എന്നാൽ ഈ ഒരു ഇസ്മ നിങ്ങൾ മുറുകെ പിടിക്കണം ഇൻഷാ അല്ലാഹ്. അങ്ങനെ അത്ഭുതകരമായ 2 ഇസ്മുകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആരെങ്കിലും ഒരാൾ ഈ പരിശുദ്ധ ഇസ്മ റിസ്ക് വിശാലമാകാൻ വേണ്ടി, അതായത് ഏത് മേഖല ആയിക്കൊള്ളട്ടെ, അവരുടെ റിസ്കിൽ വിശാലത ഉണ്ടാകണമെന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് അവർ ചൊല്ലുകയാണ് എങ്കിൽ ആ റിസ്കിൽ അള്ളാഹു വിശാലത ചെയ്തു കൊടുക്കും. നിശ്ചിത എണ്ണം പറയുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ അവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത്, പ്രത്യേക കാരുണ്യം ലഭിക്കണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ അതും അള്ളാഹു നടത്തി കൊടുക്കും. ഇനിയോ സമ്പത്തിൽ വർധനമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ, ആ സമ്പത്തിന് വേണ്ടിയിട്ട് ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ, ഇസ്മ ചൊല്ലിക്കഴിഞ്ഞാൽ അതിനും പരിഹാരമുണ്ട്. അതുപോലെ മക്കൾ ലഭിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണോ, അതിനും ഈ ഇസ്മ പരിഹാരമാണ്. അതുപോലെ ജീവിതത്തിൽ മഈശത്തിന്റെ മാർഗങ്ങൾ, ജോലി, അതുപോലെ വരുമാന മാർഗങ്ങൾ, അതിൽ വിശാലത ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ,
അതിനും പരിഹാരം ഈ ഇസ്മുണ്ട്. അതുപോലെ തന്നെ ദുനിയാവിന്റെ, നമ്മൾ ജീവിക്കുന്ന ഈ ദുനിയാവിന്റെ നമ്മളുമായി ബന്ധപ്പെടുന്ന സകല കാര്യങ്ങളും ഏതുമാകട്ടെ, ചെറുതാകട്ടെ വലുതാകട്ടെ, അതിൽ എളുപ്പം ചെയ്ത് കിട്ടണം, എളുപ്പമായി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, അതിനും ഈ ഇസ്മു പരിഹാരമാണ്. എന്ത് ചെയ്താൽ മതി? നിശ്ചിത എണ്ണം എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലിയാൽ മതി. ഏതാ ഇസ്മെന്നറിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഇസ്മായ അൽ ബാസിത്ത് എന്ന നാമം. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും. യാ ബാസിത്ത് എന്ന്, യാ ബാസിത്ത് എന്ന് 72 തവണ വീതം, 72 തവണ വീതം കൽബില് ഉദ്ദേശം വെക്കണം. എങ്ങനെ? അള്ളാഹുവേ, എന്റെ റിസ്കിൽ നീ വിശാലത ചെയ്തു തരണേ. അല്ലെ, ഇനി സമ്പത്ത് കുറഞ്ഞ ആളുകളാണെങ്കിൽ, സമ്പത്ത് ആവശ്യമുള്ളവരാണ്, എന്ത് അള്ളാഹുവേ എന്റെ സമ്പത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ. ഇനി മഈഷത്തിന്റെ മാർഗം ഞെരുക്കമായവരാണ്, അതായത് ജോലി, ശരിയായ ജോലിയില്ല, അല്ലെങ്കിൽ ജോലി ഉണ്ട്, അതിൽ കൃത്യമായ ശമ്പളം അല്ലെ വരുമാനം ലഭിക്കുന്നില്ല, ഒരു കച്ചവടം തുടങ്ങി, ബിസിനസ് തുടങ്ങി, അതൊന്നും പച്ച പിടിച്ച് കിട്ടണില്ല. എന്ത് മേഖല ആയിക്കൊള്ളട്ടെ, നമ്മുടെ മഈഷത്തിന്റെ മാർഗങ്ങളിൽ വിശാലത ചെയ്തു കിട്ടണം, റഹ്മത്ത് കിട്ടണം, ബറക്കത്ത് കിട്ടണം. അതിനും പരിഹാരമാണ് പരിശുദ്ധമായ ഇസ്മ. 72 തവണ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത്, സുബഹിക്ക് ശേഷമോ ദുഹറിന് ശേഷമോ അസറിന് ശേഷമോ, ഇനി പറ്റുന്ന സമയത്ത് മഗ്രിബിന് ശേഷമോ, ഉറങ്ങുന്നതിന് മുമ്പോ, എല്ലാ ദിവസവും മുടങ്ങാതെ ഒരാൾ ഇത് പതിവാക്കുന്നവരാണ് എങ്കിൽ ഈ പറഞ്ഞ ഒരൊറ്റ മേഖലയിലും അവരെ ബുദ്ധിമുട്ടാക്കപ്പെടൂല, ഒരൊറ്റ മേഖലയിലും അവരെ ബുദ്ധിമുട്ടാക്കപ്പെടൂല. അപ്പോ നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കുമുള്ള പരിഹാരമായിട്ട് മഹാന്മാര് ഇങ്ങനെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇനി ചില ആളുകൾക്ക് പ്രത്യേക ഒരു പരിഗണന കിട്ടും, അതായത് ഒരു പ്രത്യേക വിഷയത്തിൽ പെട്ടെന്ന് ഉത്തരം കിട്ടണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്ര നോക്കിയിട്ടും മകളുടെ കല്യാണം ശരിയാകുന്നില്ല. വലിയൊരു ആവശ്യം. ഒരു ഉപ്പാനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയാം, പെൺമക്കളുള്ള പൂർത്തിയായ പെൺമക്കളുള്ള ഉപ്പമാരെ സംബന്ധിച്ചിടത്തോളം, ഉമ്മാരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഇനി റാഹത്തായ ഒരു പുരുഷന്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കണം, അല്ലെ? അവളെ നല്ലതുപോലെ നോക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കണം, സന്തോഷത്തോടെ ഏൽപ്പിക്കണം, അതിനു വേണ്ട കാര്യങ്ങളൊക്കെ. ഇത് കഴിയുന്നത് വരെ ഒരു ചെറിയ ബേജാറായിരിക്കും, അല്ലെ? എങ്ങനെയാണ് നടത്തിയ? ഇനി സമ്പത്തുള്ളവരാണെങ്കിൽ തന്നെ കിട്ടുന്ന പുതിയാപ്പിള ഈ കുഞ്ഞിനെ നല്ലോണം നോക്കുന്നവനാണോ അല്ലയോ എന്ന് അറിയാത്തൊരു ബേജാറുണ്ടാകും, അല്ലെ? അവരുടെ ജീവിതം നന്നായി കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ബേജാറ് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ സമ്പത്ത് മാത്രമല്ല എന്തിന് പരിഹാരം. ഈ കല്യാണം നടക്കാനും വിവാഹം നടക്കാനും ഒക്കെ ഉള്ള പരിഹാരം സമ്പത്തുണ്ടെങ്കിൽ മാത്രമല്ല, മറിച്ച് എല്ലാ മേഖലയും നോക്കണം. ഈ പെണ്ണിന് കുഫുവത്ത ആളാണോ ഇത്, എന്റെ മകൾക്ക് യോജിച്ച പയ്യനാണോ, അവളെ അതുപോലെ നോക്കുമോ? ഇനി സമ്പത്തില്ലാത്തവരാണെങ്കിലോ ഇതെങ്ങനെ നടത്തിക്കൂട്ടും എന്നുള്ള ബേജാറ് അങ്ങനെയുണ്ട്. ഇപ്പൊ പല വിഷമങ്ങളുണ്ട്. ഇപ്പൊ കുറച്ചങ്ങോട്ട് പ്രായം കഴിഞ്ഞാലോ, ഒരു 20 വയസ്സ് 22 വയസ്സൊക്കെ വരെ മാക്സിമം എന്ത് ചെയ്യും, പെൺകുട്ടികളെ നോക്കും, അല്ലെങ്കിൽ 25 മാക്സിമം അവിടെ പോയാൽ. അതിനുശേഷം അങ്ങോട്ട് പോകുമ്പോൾ ഈ ആലോചിക്കാൻ വരുന്ന ആളുകൾക്ക് പറയാം പ്രായം കൂടുതലാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒഴിവാക്കും. അങ്ങനെയാണ് പലയിടത്തും കണ്ടുവരുന്നത്. പറഞ്ഞാൽ ആ പ്രായമൊക്കെ ഒരു പക്വതയുടെ പ്രായമാണ്. ആ സമയത്തൊക്കെ കെട്ടലാണ് ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. കാരണം എന്ത് ചെയ്യാ, ഒരു കുടുംബത്തെ പറ്റിയൊക്കെ പഠിക്കാനും ഒരു പക്വത എത്തുന്ന ഒരു പ്രായം അതിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു 30 വയസ്സ് 32 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഒരു കെട്ടാച്ചരക്കായിട്ട് പലപ്പോഴും നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ നിന്നു പോകാറുണ്ട്. അള്ളാഹുവെ നല്ല ഇണകളെ നീ നൽകി അനുഗ്രഹിക്കണം. ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞു വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഉപ്പ അവർക്കൊരു സന്തോഷം കിട്ടാൻ കാരണമായത് ഈ പരിശുദ്ധ ഇസ്മുണ്ടല്ലോ, യാ ബാസിത്ത് എന്ന ഇസ്മ. മഹാന്മാര് പറയുന്നുണ്ട്, 40 ദിവസം തുടർച്ചയായിട്ട്, 40 ദിവസം വലിയ ആഗ്രഹങ്ങൾ ഉള്ളവരാണെങ്കിൽ, എത്ര നോക്കിയിട്ടും നടക്കാത്ത ഒരു വിഷയം, എത്ര നോക്കിയിട്ടും കച്ചവടത്തിൽ ഉയർച്ച കിട്ടുന്നില്ല, അല്ലെങ്കിൽ എത്ര നോക്കിയിട്ടും മക്കൾ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ എത്ര നോക്കിയിട്ടും വിവാഹം ശരിയാകുന്നില്ല, എന്ത് മേഖല ആയിക്കൊള്ളട്ടെ, അങ്ങനെ വിഷമിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ എല്ലാ ദിവസവും 40 ദിവസവും തുടർച്ചയായിട്ട് എല്ലാ ദിവസവും 4000 തവണ യാ ബാസിത്ത് എന്ന ഇസ്മ ചൊല്ലാൻ അവസരം കിട്ടിയാൽ അദ്ദേഹം ചൊല്ലുകയാണെങ്കിൽ, അതിനുവേണ്ടി നിയത്താക്കിയിട്ടിരിക്കണം കുറച്ച് സമയം. 4000 തവണ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ കഴിയും, അല്ലെ? യാ ബാസിത്ത് എന്നുള്ള ചെറിയൊരു ഇസ്മാണ്. യാ ബാസിത്ത് യാ ബാസിത്ത് യാ ബാസിത്ത് യാ ബാസിത്ത് നമുക്ക് പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ കഴിയും. 4000 എന്നൊക്കെ ഇട്ട് വലുതാണെന്ന് തോന്നണ്ട, ചൊല്ലിക്കഴിയുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, കുറച്ച് സമയം മതി. നമുക്കൊരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അതിനുവേണ്ടി മാറ്റി വെച്ചാലും നമ്മുടെ ആവശ്യം നിറവേറ്റി കിട്ടി, അതല്ലേ ഏറ്റവും വലുത്. ഈ 40 ദിവസം തുടർച്ചയായി അയാൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ആവശ്യം എത്രയും പെട്ടെന്ന് നാലമാ യുരീദു, അദ്ദേഹം ഉദ്ദേശിച്ചത് എന്തായിക്കൊള്ളട്ടെ അത് അദ്ദേഹത്തിന് എത്തി കിട്ടുന്നതാണ്. എന്റെ കൺമുമ്പിൽ കണ്ട ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ആദ്യം പങ്കുവെച്ചതാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, അദ്ദേഹം അത് ചെയ്തു. ആ ചെയ്തു കഴിഞ്ഞ് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ, കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ, എത്രയോ വർഷങ്ങളായിട്ട് വിവാഹം മുടങ്ങിക്കിടന്ന ഒരു പെൺകുട്ടിയുടെ വിവാഹം ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട്, ഏകദേശം ഒരു 10 ദിവസത്തിനുള്ളിൽ, അദ്ദേഹം പറഞ്ഞ അങ്ങനെ ഒരാഴ്ച കൊണ്ട് വിവാഹം ശരിയായ ആലോചന നടന്നു. അദ്ദേഹത്തിന് മോളുടെ നിശ്ചയം കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഡേറ്റും എടുത്തിട്ടുണ്ട്. ഇന്ന ഡേറ്റിൽ നിക്കാഹ് നടക്കാൻ പോവുകയാണ്. അത് റാഹത്തായി അള്ളാഹു നടത്തി കൊടുക്കുമാറാകട്ടെ.
അപ്പൊ അങ്ങനെ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടാൻ 4000 തവണ 40 ദിവസം തുടർച്ചയായിട്ട് ഒരാൾക്ക് നിയ്യത്ത് വെച്ചിട്ട്, നല്ല നിയ്യത്ത്, അള്ളാഹു എന്റെ ഈ കാര്യം ശരിയാകണം എന്നാ നിയ്യത്ത് വെച്ച് ചൊല്ലാൻ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ആ വിഷയം അള്ളാഹു പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇനി 3 ദിവസം ഇതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി 3 ദിവസം 4424 തവണ എല്ലാ രാത്രിയിലും ഒരാൾ ചൊല്ലുകയാണെങ്കിൽ, 3 ദിവസം തുടർച്ചയായി എല്ലാ രാത്രിയിലും പ്രത്യേകമായി ചൊല്ലുകയാണ് എങ്കിൽ അദ്ദേഹത്തിന്റെയും ആവശ്യം പൂർത്തീകരിച്ചു കിട്ടുമെന്ന് മഹാന്മാര് ഈ ഇസ്മിന്റെ ഫളാഇൽ വിവരിക്കുന്നിടത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെറുതെ ആകൂല ഇൻഷാ അല്ലാഹ്. നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ ഇതിനേക്കാൾ നല്ലൊരു മാർഗം വേറെ കാണാനില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് ഇൻഷാ അല്ലാഹ്. അതുപോലെ ഇനി പല ആളുകൾക്കും ഉള്ള ഒരു വിഷയമാണ് ഇബാദത്തുകളൊക്കെ ചെയ്യുന്ന സമയത്ത്, ഞാനിപ്പോ പറഞ്ഞത് ദുനിയാവിന്റെ ആവശ്യമില്ല, ദുനിയാവിന്റെ ആഖിറത്തിന്റെ ആവശ്യമൊക്കെ. ഇനി ആഖിറത്തിന്റെ ആവശ്യം രക്ഷപ്പെട്ട് കിട്ടാനും അതിന് നമ്മൾ പരിശ്രമിക്കണ്ടേ. പലർക്കുള്ളൊരു വിഷയമാണ് വസ്വാസ്. അല്ലെ, നിസ്കാരത്തിലേക്ക് കൊണ്ട് നിൽക്കുമ്പോൾ എന്താണ് ഉസല്ലി ഫർള എന്ന് പറഞ്ഞ് ഇങ്ങനെ എന്ത് ചെയ്യുക, വസ്വാസ്. ഇത് എന്റെ നിയ്യത്ത് ശരിയായോ വുദു എടുക്കാൻ നേരത്ത് എന്ത് ചെയ്യുക, വുദുവിന്റെ വുദുവിന്റെ സുന്നത്തിനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, വസ്വാസ് ഇങ്ങനെ ശൈത്താൻ ഇങ്ങനെ പിടിച്ചു കുലുക്കിക്കൊണ്ടേയിരിക്കും. ശൈത്താന്റെ പ്രത്യേക പണിയാണ് ഇത്, വസ്വാസ് ഉണ്ടാക്കുക, ഇങ്ങനെ തശ്വീശാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു പ്രശ്നം പരിഹരിച്ചു കിട്ടാനുള്ള ഒരു മാർഗം മഹാന്മാർ പറയുന്നുണ്ട്. 70 ദിവസം തുടർച്ചയായിട്ട് 72 തവണ വീതം യാ ബാസിത്തു എന്ന ദിവസം എല്ലാ ദിവസവും ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നീടുള്ള ജീവിതത്തിൽ അവന് വസ്വാസ് എന്ന പ്രശ്നം ഉണ്ടാവൂല. വർഷങ്ങളായി വിഷമം അനുഭവിക്കുന്നവരുണ്ട്, പലരും പരാതി പറഞ്ഞവരുണ്ട്, നമ്മൾക്ക് വിഷമം പറഞ്ഞവരുണ്ട്, എത്ര നോക്കിയിട്ട് മാറണില്ല എന്ന്. ഞാൻ വിചാരിക്കും ഇങ്ങനെ എന്ത് ഇനി വസ്വാസം ഉണ്ടാക്കാൻ പാടില്ല. പക്ഷെ ആ സമയമാകുമ്പോൾ നമ്മൾ വിഭാഗത്ത് നന്നായി കിട്ടണമല്ലോ, ആ ഒരു പേടി കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ശരിയായോ എന്ന് പേടിച്ചിട്ട് ഇങ്ങനെ ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വസ്വാസ് ഇബ്ലീസ് ഉണ്ടാക്കുന്നതാണ്, മനസ്സിലാക്കണം. മുമ്പ് വസ്വാസ് ഉണ്ടാക്കിയ ഒരാള് നമ്മുടെ ഹൗദിന്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാ, ഇങ്ങനെ വെള്ളം കോരി ഇങ്ങനെ മോൻ കഴിയും, എത്രയോ തവണ മോൻ കഴിയും, എത്രയോ തവണ. അതായത് മുസബ്ബലായ വെള്ളത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല എന്നാ, 3 തവണയിൽ കൂടുതൽ ചെയ്യൽ പാടില്ല, ഹറാമാണ് എന്ന് കിതാബുകളിലുണ്ട്. ഈ മനുഷ്യൻ വന്ന് ഇങ്ങനെ കോരി എത്രയോ തവണ, 3 അല്ല 5, 7, 8 എത്രയോ തവണയായി. ഞാൻ ആ ഒതുവൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് മൂപ്പരോട് പറഞ്ഞു ഇങ്ങനെ എന്ത്, വളരെ സന്തോഷത്തോടു കൂടി സ്നേഹത്തിൽ തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ ഈ ചെയ്തത് ശരിയായില്ല. അതായത് നമ്മൾ ഇത് മുസബ്ബലായ വെള്ളമാണ്, അപ്പൊ അതിൽ നമ്മൾ 3 തവണയിൽ കൂടുതൽ കഴുകൽ ഇങ്ങനെയൊക്കെയാണ്, ഹറാമാണ്, ഇങ്ങനെയൊക്കെയാണ് മസാല, ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ മൂപ്പർ എന്നോട് തിരിച്ചൊരു കാര്യം പറഞ്ഞത്, അതായത് മുക്കുന്ന കിണറ്റിലല്ലേ വെള്ളം ഉണ്ടാവുള്ളൂ, മുക്കുന്ന കിണറ്റില് വെള്ളം ഉണ്ട്, അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ. എനിക്കത് പെട്ടെന്ന് ആദ്യം അത് മനസ്സിലായില്ല. പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോഴായിരിക്കും മൂപ്പര് ഉദ്ദേശിച്ചത് കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴാണല്ലോ അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ളത്, അല്ലെ? അങ്ങനെ ചിലർക്ക് ചിന്തയുണ്ട് കേട്ടോ, കൂടുതൽ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന് വലിയ ഇഷ്ടമാകുന്നത് എന്ന്. ഞാൻ പിന്നീട് അദ്ദേഹത്തോട് സംസാരിച്ചു, ആ തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിച്ച ഇങ്ങനെ ആയിരിക്കാം. അപ്പൊ മുപ്പവൻ അത് തന്നെ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ നല്ലോണം ചെയ്യുമ്പോൾ അള്ളാഹുവിന് വലിയ ഇഷ്ടമല്ലോ ഉസ്താദ് എന്ന് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, യഥാർത്ഥത്തിൽ ആ ചെയ്യിക്കുന്നത് അള്ളാഹു അല്ല, അത് ഇബ്ലീസാണ് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ വസ്വാസാക്കുന്നത്. ഖുർആൻ തന്നെ പറഞ്ഞ അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, അല്ലേ? ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വസ്വാസം ഉണ്ടാക്കുന്ന ഒരു ഇബ്ലീസ് നിങ്ങളുടെ കൂടെ കറങ്ങി നടക്കുന്നുണ്ട് എന്ന്. ആ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ തോന്നുന്നത് നമ്മൾ ശരിയായില്ല, വുദൂവിന്റെ ഫർദിനെ അത് അവിടെ ഫർദും കിട്ടിയിട്ട് ഇനി അകത്ത് വന്നാൽ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകും ഉസല്ലി ഫർള എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ആരാ? ഇബ്ലീസിന്റെ പ്രശ്നമാണ്, ഇബ്ലീസ് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അതിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടണം. ഞാൻ അദ്ദേഹത്തിന് ഇത് പറഞ്ഞു കൊടുത്തു, ഈ വഴി പറഞ്ഞു കൊടുത്തു. ഈ ദിക്ർ നിങ്ങളിങ്ങനെ ചൊല്ലി, ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങളൊന്ന് ചൊല്ലി നോക്കി, ഇൻഷാ അല്ലാഹ് പരിഹാരം ഉണ്ടാവും. അപ്പം 70 ദിവസം തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത് മുടങ്ങാതെ 72 തവണ വീതം ഈ യാബാസത്ത് എന്ന ഇസ്മ പതിവാക്കുന്നവരാണോ വസ്വാസ് കൊണ്ട് പ്രയാസപ്പെടുന്നത്, അത് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അറിയുള്ളൂ അതിന്റെ പ്രശ്നം, അല്ലേ? അങ്ങനെ ചിലപ്പം ജമാഅത്തിലൊക്കെ പങ്കെടുക്കാൻ നിൽക്കുന്നവരൊക്കെ ഈ സമയത്ത് അങ്ങോട്ട് കിട്ടാൻ കുറച്ച് പാടാണ്, ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകും, അല്ലെ? ചില സമയം ഇനി അവസാന സമയത്ത് ഇനി നിസ്കരിക്കാൻ കുറച്ച് സമയം ബാക്കിയുള്ളൂ കലായി പോകാൻ. അപ്പോഴുണ്ടാവും വുദു എടുക്കാൻ നിൽക്കുമ്പോൾ ഈ വസ്വാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ആ നിസ്കാരം കലായി പോകും. ഇനി കൈകെട്ടാൻ നിൽക്കുമ്പോഴും ഇങ്ങനെ പിടിച്ചോണ്ട് ഉസല്ലി ഫർള എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ എന്തായി പോകും? നിസ്കാരത്തിന് സമയം കൊണ്ട് കഴിഞ്ഞു പോകും. അപ്പൊ ഇതുപോലെ പല പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ വസ്വാസിൽ നിന്ന് രക്ഷപ്പെടാനും ഈ ഇസ്മ പരിഹാരമാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിരുന്നു. അള്ളാഹുവെ, സകല വിഷമങ്ങളിൽ ഞങ്ങൾക്ക് നീ എന്ത് ചെയ്യണം? രക്ഷ നൽകണേ അള്ളാഹ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഭാഗത്തുകൾക്കൊക്കെ ഒരു തുമഇനീനത്ത്, ഒരു അടക്കം കിട്ടും.
അതായത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ വേറെ ചിന്തകളൊന്നും നമ്മുടെ കൽബിലേക്ക് വരൂല. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നല്ലൊരു സമാധാനം ഉണ്ടാകും. ഖുർആൻ ഓതാൻ നിൽക്കുമ്പോൾ നല്ലൊരു സമാധാനം ഉണ്ടാകും. നമ്മുടെ മറ്റേ അമലുകൾക്ക് നല്ല സമാധാനം ഉണ്ടാകും. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഇബാദത്തുകൾ നന്നാകാനും ഈ ഒരു ഇസ്മ പരിഹാരമാണ്. പരിശുദ്ധ റമദാനൊക്കെ കടന്നു വരുന്നത്. നമ്മുടെ ഇബാദത്തുകളൊക്കെ മോശമായി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഗൗരവമായി എടുക്കുക. ഇനി വസ്വാസ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ തന്നെ എല്ലാ ദിവസവും ഒരു 72 തവണ വീതം ചുരുങ്ങിയ സമയം മതി ചൊല്ലിയാൽ നമ്മുടെ ഇബാദത്തുകൾക്കൊക്കെ ഒരു ഉന്മേഷം കിട്ടും, ഒരു ആവേശം, മടി മാറി കിട്ടും. അലസത, ഇബാദത്തുകളിലുള്ള മടി, അലസതയൊക്കെ മാറി കിട്ടും അല്ലേ? നിസ്കരിക്കുമ്പോൾ നല്ല റാഹത്തായി നിസ്കരിക്കാൻ പറ്റും. മുനാഫിക്കീങ്ങളുടെ മുഅ്മിനീങ്ങളുടെ അടയാളം മുത്തനബി തങ്ങൾ പറയുന്നുണ്ട്. അവര് പള്ളികളിലൊക്കെ വരും, എല്ലാവരും ഈ രണ്ടു കൂട്ടരും പള്ളികളിൽ വരും. എന്നാലോ നിസ്കാരം കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റ് ഓട്ട, അവർക്ക് ഇരിക്കാൻ കഴിയില്ല പള്ളിയിൽ. മുനാഫിക്കീങ്ങളാണെങ്കിൽ, കാബഡി ഉള്ളവരാണെങ്കിൽ, ചില ആളുകൾ നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ടാൻ കാത്തിരിക്കും ഇറങ്ങി ഓടാൻ. അങ്ങനെ ഉണ്ട്. അവർക്ക് കാരണം എന്താ? അവർക്ക് കുറച്ചു നേരം പള്ളിയിൽ ഇരിക്കുക എന്നുള്ളത് ഭയങ്കര കേടാണ്, അവർക്കൊരു സമാധാന കേടാണ്. ഇരുത്തൂല ഇബ്ലീസ് അവരെ. മുഅ്മിനീങ്ങൾക്കോ അവർ സമുദ്രത്തിൽ ഇറങ്ങിയതുപോലെ, പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സമുദ്രത്തിൽ ഇറങ്ങിയ മത്സ്യങ്ങളെ പോലെയാണ്. ഏത് മത്സ്യങ്ങൾ സമുദ്രത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ ഇങ്ങനെ നീന്തി തുടിക്കും. നമ്മുടെ കരക്ക് കയറാൻ അവർക്ക് ഇഷ്ടമല്ല. മുനാഫിക്കീങ്ങളോ കൂട്ടിലടക്കപ്പെട്ട പക്ഷിയെ പോലെ അതിനെ കൂട്ടിൽ നിന്ന് എങ്ങനെയും പുറത്ത് ചാടി പറന്നു പോകണം. ഇതുപോലെ നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ടാൻ കാത്തിരിക്കും ഇറങ്ങി ഓടാൻ. കുറഞ്ഞ സമയം നമുക്ക് അതെന്താ? ഇബാദത്തുകൾക്ക് ഒരു ലദ്ദത്തിൽ ആനന്ദം ഇല്ലാത്തത് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് തന്നെ എല്ലാവരും 72 തവണ വീതം ഇൻഷാ അല്ലാഹ് മുടങ്ങാതെ ചൊല്ലാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും പല ആളുകളും ചെറിയ മക്കൾ അതായത് ചെറുപ്പക്കാരായ കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് പലപ്പോഴും പറയാം, ഉസ്താദേ നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ മക്കളാവട്ടെ, പെൺകുട്ടികളാവട്ടെ, ആൺകുട്ടികളാവട്ടെ, ഇനി നമ്മൾക്ക് തന്നെ ആവട്ടെ, നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെ ഇബാദത്ത് ചെയ്യണം, ഖുർആൻ ഓതണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ കഴിയണില്ല, അങ്ങോട്ട് ചെയ്യാൻ കഴിയണില്ല. അതായത് എന്താ, ഒരു അലസത. നിസ്കരിക്കണമെന്നൊക്കെ ആഗ്രഹിക്കും, ഒരു ദിവസം പോകും, 2 ദിവസം പോകും, പിന്നീട് പോവില്ല. അപ്പൊ അങ്ങനൊക്കെ ഒരു മടി പിടിക്കുന്നുണ്ട്. അപ്പൊ അതിൽ മാറി കിട്ടാൻ ദുആ ഇറക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരണം. തീർച്ചയായിട്ടും അതിനൊരു പരിഹാരമുണ്ട്. അള്ളാഹുവിന്റെ ഇസ്മുകളുടെ കൂട്ടത്തിൽപ്പെട്ട അൽ ബർറു എന്ന നാമം, യാ ബർറു യാ അൽ ബർറു എന്ന നാമം നമ്മുടെ ഇബാദത്തുകൾക്ക് ആവേശമുണ്ടാകാൻ, തൗഫീഖ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇസ്മ എല്ലാ ദിവസവും 402 തവണ വീതം ചൊല്ലാൻ ഒരാൾക്ക് അവസരം കിട്ടിയാൽ, 402 തവണ വീതം എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലുന്നവരാണെങ്കിൽ നിസ്കാരങ്ങൾക്ക് തൗഫീഖ് കിട്ടും, ഖുർആൻ പാരായണത്തിന് തൗഫീഖ് കിട്ടും, സൽക്കർമ്മങ്ങൾക്ക് തൗഫീഖ് കിട്ടും, ഇൽമു കേൾക്കാൻ തൗഫീഖ് കിട്ടും. അവർക്ക് വേണ്ട എല്ലാ ഇബാദത്തുകൾക്കുമുള്ള അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ അവസരങ്ങളുണ്ട് അല്ലേ? ഇൽമു പഠിക്കാൻ നമ്മുടെ മുമ്പിൽ അവസരമുണ്ട്, നിസ്കരിക്കാൻ അവസരമുണ്ട്, നോമ്പനുഷ്ഠിക്കാൻ അവസരമുണ്ട്, ഖുർആൻ ഓതാൻ അവസരമുണ്ട്. പക്ഷേ അത് പ്രയോജനപ്പെടുത്തുന്നില്ല എന്നേ ഉള്ളൂ. എന്നാൽ ഈ 402 തവണ വീതം മഹാന്മാർ പഠിപ്പിക്കുകയാണ്, മുടങ്ങാതെ ചൊല്ലുന്നവരാണോ അവർക്ക് നിസ്കരിക്കാനുള്ള തൗഫീഖ് കിട്ടും. നിസ്കരിക്കുക, ഖുർആൻ ഓതാനുള്ള തൗഫീഖ് കിട്ടും, ഇൽമു കേൾക്കാനുള്ള തൗഫീഖ് കിട്ടും, നാഫിയായ ഇൽമു അല്ലാഹു അവർക്ക് നൽകും. ഇങ്ങനെ തുടങ്ങിയിട്ട് അനുഗ്രഹങ്ങൾ അല്ലാഹു അവർക്ക് ചെയ്തു കൊടുക്കുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് നമുക്ക് ഉപകാരപ്പെട്ടത് അങ്ങനെയാണ്. നമ്മുടെ കാര്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ, ഇബാദത്തുകൾക്ക് ലദ്ദത്ത് ഉണ്ടാക്കിയെടുക്കാൻ, ഏത് ആവശ്യവും നിറവേറി കിട്ടാൻ, അതുപോലെ തന്നെ ഖൈറാത്തുകൾക്ക് തൗഫീഖ് കിട്ടാനൊക്കെ ഉതകുന്ന മഹത്തായ അല്ലാഹുവിന്റെ 2 ഇസ്മുകൾ അല്ലാഹുവെ ജീവിതത്തിൽ പതിവാക്കാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകണേ അല്ലാഹ്, നീ അവസരം നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, ജീവിതത്തിൽ പതിവാക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മയൊക്കെ നാഫിയായ ഇൽമുള്ളവരിൽ, അമലുള്ളവരിൽ അള്ളാഹു ചേർത്ത് തീരുമാറാകട്ടെ. മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും.